السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد. اللهم صل وسلم وبارك على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد. അഭിവന്ദരായ ശൈഖുന, ബഹുവന്ദരായ അലിബാഫിഖ് തങ്ങൾ പാപ്പ, ബഹുവന്ദരായ ബദറു സാദാത്ത് പാപ്പ തൊട്ട് മുഹീസുൻ ഉസ്താദ് തൊട്ട് മറ്റുള്ള ആലിമീങ്ങൾ, സാദാത്തുക്കൾ, ഉസ്താദുമാർ, പ്രിയപ്പെട്ട സഹോദരിമാർ, ജ്യേഷ്ഠാനുജ സഹോദരങ്ങളെ, അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ്. 2014 നമ്മുടെ പാഠന്തര മർക്കസിൽ ഈ പരിസരത്തുനിന്ന് ആയിരക്കണക്കായ പെൺകുട്ടികൾ, 30-35 വയസ്സൊക്കെ കഴിഞ്ഞ പെൺകുട്ടികൾ, 2, 3, 4 പെൺകുട്ടികൾ ഒരു വീട്ടിൽ പുര നിറഞ്ഞു കിടക്കുമ്പോൾ ഒരു നിർണായക ഘട്ടത്തിൽ ഇതിൻ്റെ 20ാം വാർഷികത്തോടനുബന്ധിച്ച് പാഠന്തര മർക്കസിൻ്റെ പ്രസിഡൻറ്റും ശൈഖുന തന്നെയാണ്. അപ്പോൾ ശൈഖുനയോട് ചെന്ന് പറഞ്ഞു, നമ്മുടെ ജില്ലയിലെ ഒരു അധോഗതി എന്ന് പറയാം, ജാതി മത വ്യത്യാസമില്ലാതെ എത്രയോ പാവങ്ങൾ ഒരു ജീവിതമില്ലാതെ കണ്ണീരൊഴുക്കി നടക്കുമ്പോൾ ചില ഉമ്മമാരുടെ, അമ്മമാരുടെ, ഉപ്പയുടെ, അച്ഛൻ്റെ പൊട്ടുന്ന മനസ്സ് കണ്ട് ശൈഖുനയുടെ അരികിൽ ചെന്നു. 20ാം വാർഷികത്തോടനുബന്ധിച്ച് 20 പെൺകുട്ടികൾ, 20 പാവങ്ങളെന്ന് പറഞ്ഞപ്പോൾ അന്ന് ശൈഖുന പറഞ്ഞു, അതേ ഒരു 5 പാവം കൊടുത്തിട്ട് ശൈഖുനയുടെ നാവിൽ ആദ്യമായി ഉരുവിട്ടതാണ് ഒരു 5 പാവം കൊടുത്ത്. അങ്ങനെ ഒരുപാട് പാവങ്ങൾക്കൊരു ജീവിതം കിട്ടൂലേ. അൽഹംദുലില്ലാഹ്. ആ 5 പവൻ 20 കുട്ടികൾ എന്നുള്ളത് 2000-ൽ പരം വരുന്ന പാവങ്ങളുടെ കല്യാണം കഴിഞ്ഞു. എല്ലാവർക്കും 5 പവന് കൊടുത്തിട്ടുണ്ട്. കല്യാണ ചെലവ്, ഒരു പുതിയാപ്പള പെൺവീട്ടിലേക്ക് വരുമ്പോൾ ആ ചെറിയ ചെറിയ പാടികളൊക്കെ ആയിരിക്കും. അപ്പോൾ പെൺവീട്ടുകാർക്ക് പുതിയാപ്പിളെ സ്വീകരിക്കാൻ പറ്റിയൊരു റൂം, അതിനുള്ള തയ്യാറെടുപ്പുണ്ട്. 25,000 രൂപയുടെ റൂം സൗകര്യങ്ങളൊക്കെ. ഇങ്ങനെ 10,000-2000 കുടുംബത്തിൻ്റെ കല്യാണം കഴിഞ്ഞു. ഒരു 10 പൈസ കടൽ. അന്ന് ശൈഖുന പറഞ്ഞൊരു വാക്കുണ്ട്, കുടുങ്ങൂല. ഇപ്പം അടുത്തും പറഞ്ഞു, ഒരു 10 പൈസ കടമുണ്ടാവില്ല, വിഷമാവില്ല. അങ്ങനെ ഒരു 10 പൈസ കടമില്ലാതെ ഈ 2000-ൽ പരം വരുന്ന കുട്ടികൾ കല്യാണം കഴിച്ചവരൊക്കെ നല്ല റാഹത്തിൽ സന്തോഷത്തോടുകൂടെ ജീവിക്കുന്നുണ്ട്. വളരെ റാഹത്തിലാണ് ഈ പാവങ്ങളൊക്കെ. അതൊക്കെ ഈ ഇരിക്കുന്ന, എനിക്കിപ്പോൾ പേര് പലതും പറയാൻ സാഹചര്യം ഒക്കുന്നില്ല, ശൈഖുനയോട് ഇരുത്തിയിട്ടല്ല പറയുന്നത്. ഈ കണ്ട പണ്ഡിത നിരയിലെ ശൈഖുനയുടെ ചാരത്തിലൂടെയായി നിക്കാഹ് ചെയ്തു പോയ, അതുപോലെ തന്നെ മുസ്ലിം കുടുംബങ്ങൾ എല്ലാവരും നല്ല റാഹത്തിൽ സന്തോഷത്തിൽ ജീവിച്ചു കൊണ്ടിരിക്കുകയാണ്. ഒരു വിഷമവും ഒരു പ്രയാസമൊന്നും അല്ലാഹു തആല തന്നിട്ടില്ല. വളരെ പാവങ്ങളാണ്. കഴിഞ്ഞ പ്രാവശ്യം 36 വയസ്സ് കഴിഞ്ഞ ഒരു പെൺകുട്ടിയുടെ ഉമ്മാൻ്റെ കയ്യിൽ ഈ സ്വർണ്ണാഭരണം, ആ കുട്ടിയുടെ കഴുത്തിൽ നമ്മളൊരു മാല, അതൊക്കെ അന്ന് ശൈഖുന പറഞ്ഞൊരു കാര്യം. ഞാൻ നേരെ ഉസ്താദിൻ്റെ അടുത്ത് ചെന്നു. എൻ്റെ ഉമ്മയൊക്കെ ഇരിക്കണേ ഉസ്താദിൻ്റെയാണ്, പൊന്മള ഉസ്താദ്, അല്ലാഹു ആഫിയത്ത് കൊടുക്കട്ടെ, നിങ്ങൾ ദ്വാരക്കണം. അപ്പം ഇങ്ങനെ തങ്ങൾ ഉസ്താദ്, അല്ലാഹു ബദർ ഉസ്താദ് തങ്ങൾ പാപ്പാക്ക് അല്ലാഹു ആഫിയത്ത് കൊടുക്കട്ടെ, അങ്ങനെ പറയും പൊന്മുസ്താദിൻ്റെ കാര്യം. ഒരിക്കൽ ശൈഖുന പറഞ്ഞു, എന്നേക്കാട് 20 വയസ്സ് കുറവാണ് പൊന്മളക്ക് എന്ന് പറഞ്ഞു. ആ ഒരു പദം ഉസ്താദ് പറഞ്ഞു ഓർക്കുകയാണ്, എന്നേക്കാട് 20 വയസ്സ് കുറവാണ് പൊന്മളക്ക്. ഉസ്താദിന് അല്ലാഹു ആഫിയത്ത് കൊടുക്കട്ടെ, അല്ലാഹു ദീർഘായുസ്സ് കൊടുക്കട്ടെ. അപ്പോൾ ഉസ്താദിൻ്റെ അടുത്ത് ചെന്നാൽ ഉസ്താദ് പറയും, നേരെ മർക്കസ് പോകണം, ശൈഖുനാനെ കണ്ടിട്ട് ഈ കാര്യങ്ങളൊക്കെ സംസാരിക്കുക. എന്ത് കാര്യവും എനിക്ക് ഇവിടെ എല്ലാവരും ഇരിക്കുന്നുണ്ടല്ലോ, എനിക്ക് സഖാഫിയാകാന്ന് പറഞ്ഞാൽ എൻ്റെ സന്തോഷം, വളരെ സന്തോഷത്തിലായിരുന്നു ഞാൻ ഒരു സഖാഫിയായി കിട്ടാൻ വേണ്ടി. അങ്ങനെ ഉസ്താദിൻ്റെ അരികിൽ അൽഹംദുലില്ലാഹ് എൻ്റെ കരീം ഉസ്താദ്, മരണപ്പെട്ട കരീം ഉസ്താദ്, അല്ലാഹു ഉസ്താദിൻ്റെ ഖബർ പ്രകാശിപ്പിക്കട്ടെ. കരീം ഉസ്താദ് വന്നിട്ട് ഉസ്താദിനോട് പറഞ്ഞു, എനിക്കിങ്ങനെ ഹറമിൽ ഒരു 5-6 മാസം കൂടെ ആഗ്രഹമുണ്ട്. അപ്പോൾ
എന്നെ അവിടെ ആ ദർസ് നിർത്തി. അപ്പോൾ ഉസ്താദിനെ വിളിച്ചു, കരീമോലിയിൽ വന്നു ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു അവിടെ ബൈദാവിയും മുല്ലാസുനും എല്ലാം ഓതുന്ന വലിയ ബാച്ചൊക്കെ ഉണ്ട്, എല്ലാം ദർസാണ് നടത്തുന്ന പോയിട്ട് ഇജ്ജ് കുടുങ്ങൂല്ല. അങ്ങനെ ഞാൻ അന്ന് ഉസ്താദ് പഠിക്കാൻ നാദാപുരത്ത്, അള്ളാഹു പേരോട് ഉസ്താദിന് ആഫിയത്ത് കൊടുക്കട്ടെ. പേരോട് ഉസ്താദിന് വരാൻ വലിയൊരു തടസ്സം വന്നതാണ്. വലിയൊരു മുവഫക്കാണ് പേരോട് ഉസ്താദ്, വലിയൊരു മുവഫക്കാണ്. ശൈഖുനയുടെ വലിയ കുരുത്തവും പൊരുത്തവും ലഭിച്ച ശൈഖുന സുൽത്താനുൽ ഉലമയുടെ പലതും ഒപ്പിയെടുക്കാൻ അവസരം ലഭിച്ച പൊരുത്തം തന്നെ, കുരുത്തവും ആ പൊരുത്തം കിട്ടിയ വലിയൊരു മുവഫക്കാണ് അഭിവന്ദ്യരായ പേരോട് ഉസ്താദ്. അള്ളാഹു ആഫിയത്ത് കൊടുക്കട്ടെ, അള്ളാഹു ആയുസ് നീട്ടിക്കൊടുക്കട്ടെ. നാദാപുരത്ത് ശൈഖുനയുടെ കൂടെ അപ്പം ഞാൻ പല്ലാർ ഉസ്താദ് ഇവിടെ ഇരിക്കുന്നുണ്ട്. അസനെ എന്നൊരു വിളി വിളിച്ചിട്ടുണ്ട് ഉസ്താദ്. അസനെ മുഴുവൻ കുട്ടികളും വിടി നിബറാസിലേക്ക്. അസറിന് ശേഷം പല്ലാർ ഉസ്താദ് നേതൃത്വം മുഴുവൻ കുട്ടികളും വിട്ട് എൻ്റെ ദുർസ് ഉസ്താദ് തുടങ്ങി തന്ന് അന്ന് കുണ്ടൂർ ഉസ്താദ് അടക്കമുള്ളവരെ ഇരുത്തി തിരുവങ്ങടി ബാപ്പുസ്താദിനെ ഇരുത്തിയിട്ട് ബാപ്പുസ്താദ് ചോദിച്ചു ഉസ്താദിനോട്, കുട്ടികൾ ദർസ് തുടങ്ങണ്ടേ? അല്ല ഇവിടെ തുടങ്ങേണ്ട കുട്ടികളെ ചോദിച്ചപ്പോൾ ഉസ്താദ് പറഞ്ഞു മുഴുവനാണ് മൊത്തത്തിൽ വിസ്വലി കൊടുത്താൽ മതി അല്ലേ, മൊത്തത്തിൽ വിസ്വലി കൊടുത്താൽ മതിയാണ്. പിന്നെ ഇറങ്ങിപ്പോകുമ്പോൾ ഉസ്താദ് പറയാം അത് കുട്ടികളെ നല്ലോണം കിട്ടുന്നതാണ്. പിന്നെ ആ 2 മാസമായപ്പോഴേക്ക് 70 കുട്ടികളുടെ, പിന്നെ 150 കുട്ടി ഇതുവരെ മുറിഞ്ഞിട്ടുമില്ല. കുട്ടികളെ കാര്യത്തിച്ച് കുടുങ്ങുമില്ല, മരിക്കോളും ദർസും നടത്തിക്കോ, വഴല് മുടക്കും ചെയ്യരുത്, ദർസ് അത്രയും മുടക്കരുത്. അങ്ങനെ ഓരോ വിഷയത്തിനും ഉസ്താദ് ശൈഖുനാത്തേക്ക് വിടും ചെയ്യും. എന്തൊരു കാര്യം പൊന്മുള ഉസ്താദ് ഞങ്ങളോട് എന്തൊരു കാര്യം ചർച്ച ചെയ്യുമ്പോഴും നേരെ ശൈഖുനാത്ത് പോയി ചോദിച്ചിട്ട്, ഈ കല്യാണങ്ങളൊക്കെ അങ്ങനെ തന്നെയാണ്. ഇൻഷാ അല്ലാഹ് ഞാൻ ശൈഖുനാനെ എത്തിയിട്ട് നീട്ടുന്നില്ല, ഞാൻ എങ്ങനെയാണ് എന്താണ് പറയേണ്ടതൊക്കെ ഈ ഇരിക്കുന്ന നേതൃത്വങ്ങളൊക്കെ പൊരുത്തപ്പെടുമെന്നറിയാം. ഞാൻ നേരത്തെ പറഞ്ഞു 36 വയസ്സ് കഴിഞ്ഞൊരു പെൺകുട്ടിയുടെ 36 വയസ്സുള്ള പെൺകുട്ടിയുടെ ഉമ്മ, ആ ഉമ്മാൻ്റെ കയ്യിൽ, അത് പറഞ്ഞപ്പോഴങ്ങനെ പോയത്, ആ ഉമ്മാൻ്റെ കയ്യിൽ 5 പവരങ്ങ് കൊടുത്തപ്പോൾ ഈ ഉമ്മയുടെ ഒരു പൊട്ടൽ കാണണം. സഹോദരങ്ങളെ, നമ്മുടെ ഒരു മോള്, നമ്മുടെ ഒരു പെങ്ങള് 28-30 വയസ്സ് കഴിഞ്ഞിട്ട് വീട്ടിൽ ഒരു ഭാരമെന്ന് ഞാൻ പറയുന്നില്ല, ഉണ്ടെങ്കിൽ നമുക്ക് സുഖിച്ച് ജീവിക്കാൻ പറ്റുമോ? അപ്പം ഈ ഉമ്മാൻ്റെ കയ്യിൽ ഇതങ്ങ് കൊടുത്തതും ആ ഉമ്മ കണ്ണീരൊടിക്കപ്പോൾ ഞാൻ പറഞ്ഞു, ഉമ്മ മോളെ നിക്കാഹ് കഴിഞ്ഞല്ലോ, പിന്നെന്തിനാ ഉമ്മ കരയുന്നത്? അപ്പോൾ ആ ഉമ്മ ഒന്നുകൂടെ കരഞ്ഞു. എന്നിട്ട് ആ ഉമ്മ പറയും, മോനെ എൻ്റെ മോളെ പ്രസവിച്ച ഉടനെ വാപ്പ മരിച്ചു, പിന്നെ അവളെ 36 കൊല്ലം ചപ്പ് നുള്ളിയിട്ട്, ചായത്തോട്ടത്തിൽ ചപ്പ് നുള്ളിയിട്ട് ഞാൻ വളർത്തി. ഈ 36 വയസ്സുകളിൽ ഇന്ന് വരെ എൻ്റെ കുട്ടി സ്വർണത്തിൻ്റെ ഒരു മോതിരം പോലും ധരിച്ചിട്ടില്ല. ആദ്യമായിട്ട് ഇത് ധരിക്കാൻ പോകുന്നു. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഒരുപാട് ആളുകൾ സഹായിച്ചവരുണ്ട്. എല്ലാവർക്കും വേണ്ടി പറയുന്നത് ശൈഖിനെ കൊണ്ട് ദ്വാരിപ്പിക്കുന്ന അത് ഹക്കാണ്. ഏത് വഅദിലും ഏത് സ്ഥലത്തും ഗൾഫിലും നാട്ടിലും എവിടെ ചെന്നാലും എന്തൊരു വിഷയത്തിൽ ശൈഖിനെ കൊണ്ട് ദുആ ചെയ്യിപ്പിക്കും, ശൈഖിനെ കൊണ്ട് ദുആ ചെയ്യിപ്പിക്കും. ഇൻഷാ അല്ലാഹ് അലിബാഫി തക്കളും ഉപ്പാപ്പടക്കം മഹാന്മാരൊക്കെ ഇവിടെ വരും. ഉപ്പാപ്പൊരു മൽജ ആണ്. അലിബാഫി ഉപ്പാപ്പ എല്ലാത്തിനും ഞങ്ങളുടെ ഒരു പ്രധാനപ്പെട്ട ഒരു മൽജ തന്നെയാണ്. അപ്പോൾ ഒക്കെ വരും. അതുപോലെ തന്നെ ബഹുസാഹത്ത് ഉപ്പാപ്പ തൊട്ട് എല്ലാവർക്കും ദ്വാരിപ്പിക്കാൻ ഇവിടെ പറയാനുള്ളതും, ഇത് ഈ കാണുന്ന പുതിയാപ്പിളാരൊക്കെ അഭിമാനമുള്ളവരാണല്ലോ, അവർക്ക് ഒരു കാശിൻ്റെ കുറവേ ഉള്ളൂ, ഇസ്സത്തുള്ളവരാണ്. പക്ഷേ SSFിൻ്റെയും പ്രിയപ്പെട്ട പ്രവർത്തകരും ഈ കണ്ട ബഹുമാനപ്പെട്ട ശൈഖിനെ നസീഹത്ത് കഴിഞ്ഞ് ഇവിടെ ബഹുമാനപ്പെട്ട ശൈഖിനെ സുൽത്താനുൽ ഉലമ ആദരിക്കാൻ പോകുന്ന ഒരു ചടങ്ങ്
മഹാന്മാരായ സാദാത്തുക്കളെത്തി. ഞാൻ പറഞ്ഞത് ഈ കണ്ട ആ 5 പ്രാവശ്യത്തോളം നടന്ന കല്യാണങ്ങളിൽ 2000-ൽ പരം വരുന്ന കുട്ടികളുടെ കല്യാണം കഴിഞ്ഞ് എല്ലാവരും നല്ല റാഹത്തോടെ ജീവിക്കുമ്പോൾ ഈ സമയം ഷെയ്ഖുനയുടെ അരികിൽ ചെന്നു, ഡേറ്റ് തന്നു. അന്ന് 100 പേരെ നമ്മുടെ ജില്ലയിലെ പാവപ്പെട്ട മുസ്ലിം ജമാഅത്തിൻ്റെയും SYSൻ്റെയും SSFൻ്റെയും പ്രിയപ്പെട്ട പ്രവർത്തകർ കൂടിയിട്ട് സമസ്തയുടെയും അങ്ങനെ കൂടി എന്താ ചെയ്യുക 100 പേര് എന്നുള്ളത്. പക്ഷേ അത് പിന്നീട് സമസ്ത എന്ന മഹത്തായ പ്രസ്ഥാനം അൽഹംദുലില്ലാഹ് അതിൻ്റെ ബറക്കത്ത്, ഈ പ്രസ്ഥാനത്തിൻ്റെ ബറക്കത്ത് കുറച്ചൊന്നല്ല, ഈ പ്രസ്ഥാനത്തിൻ്റെ ഐശ്വര്യം കുറച്ചൊന്നല്ല. നല്ലൊരു പ്രതിസന്ധി, ഗൾഫിലെ വഴികൾ, യുദ്ധവും മറ്റുമൊക്കെ, മറ്റുള്ള ഇപ്പോൾ ഇവിടെ തന്നെ തെരഞ്ഞെടുപ്പ് പ്രമാണിച്ച് ഒന്നും പറ്റില്ല. ഒരു 10 പൈസ ഒരു ഷെയ്ഖുനയുടെ ആരെങ്കിലും തബറുക്കിന് ഒരു 100 റുപ്യ കൊടുക്കുക, ഒന്നും ഇവിടെ പറ്റില്ല. അഥവാ തെരഞ്ഞെടുപ്പിന് ഇവിടുത്തെ നിയമപാലകരുടെ നിയമമാണ്, ഒന്നും പറ്റില്ലെന്ന് അറിയിച്ചിരിക്കുകയാണ്. എന്നാലും ഒരു പേടിയില്ല കേട്ടോ, ഒരു വിഷമമില്ല, ഒരു പ്രയാസം, ഒരു പേടി വന്നപ്പോൾ ഈ വിഷയങ്ങളൊക്കെ മഹദിയായ ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു അൻഹ ഉമ്മുൽ മുഅ്മിനീൻ ഖദീജ ഉമ്മയുടെ ചാരത്ത് ചെന്നിരുന്ന് ഒരു ഖത്തം മുഴുവനും ഓതിയിട്ട് ആ വിഷയത്തിലേക്ക് ഷെയ്ഖുനയുടെ ഡേറ്റ് കിട്ടിയാൽ നേരെ ചെന്ന് ഇപ്രാവശ്യം അങ്ങനെ ചെയ്തിട്ടുണ്ട്, അങ്ങ് ഇറങ്ങാറുണ്ട്. അതിൻ്റെ ബറക്കത്ത് കൊണ്ട് ഒരു ബുദ്ധിമുട്ട് അള്ളാഹു തന്നിട്ടില്ല. ഈ പ്രാവശ്യം നല്ലൊരു പ്രതിസന്ധി വന്നു. അപ്പോഴാണ് ഇതിൻ്റെ ജനറൽ കൺവീനർ കൂടിയായ മജീദ് സാഹിബ് അവരുകൾ, കക്കാട് മജീദ് സാഹിബ് വിളിച്ചിട്ടെന്നോട് പറഞ്ഞു, ഷെയ്ഖുനാനത്തൊന്ന് വരണം, പോകണം, ബുധനാഴ്ച ഉച്ചക്ക് പോകണം എന്ന് പറഞ്ഞു. അങ്ങനെ പോയി. എല്ലാ വഴികളും അടഞ്ഞ സമയം 3 ദിവസം മുമ്പ് അങ്ങനെ ഷെയ്ഖുന പറഞ്ഞ് കുടുങ്ങൂല, ഒരു കൂട്ടിയിട്ട് ഒരു ചലഞ്ച് നടത്താൻ വേണ്ടി ഷെയ്ഖുന അന്ന് രാത്രി പ്രിയപ്പെട്ട പ്രവർത്തകരോട് മുസ്ലിം ജമാഅത്തി എന്ന നമ്മുടെ അഭിമാനകരമായ നമ്മുടെ പ്രസ്ഥാന നേതൃത്വം, ആ നേതൃത്വം പ്രഖ്യാപിക്കും. SYSഉം SSFഉം അതുപോലെ പ്രവാസ ലോകത്ത് പാവങ്ങളുടെ അത്താണിയായ ICFഉം ലക്ഷക്കണക്കിന് വരുന്ന വിദ്യാർത്ഥികൾക്കുടെ പ്രകാശമായ RSC, കർണാടകയിലെ പാവങ്ങളുടെ കേന്ദ്രമായ KCF അടക്കമുള്ള ഈ പ്രസ്ഥാന കുടുംബം അവർ നെഞ്ചിലേറ്റും. നമുക്ക് ഒരു കുറച്ച് ചെറിയൊരു തുക അന്ന് ഷെയ്ഖുന പറഞ്ഞ് അള്ള കൊടുക്കൂല, വഴികളൊക്കെ റെഡിയാകുന്നതാണ്. ഇപ്പോൾ 3 ദിവസം മുമ്പ് നമ്മളൊക്കെ അന്ന് നേതൃത്വം മജീദ് സാഹിബൊക്കെ അങ്ങനെ പറയും, 1 റുപ്യെങ്കിലും നമുക്ക് കിട്ടണം എന്നൊക്കെ. പക്ഷെ ഷെയ്ഖുന പ്രഖ്യാപിച്ചു, ഇന്നത് 6 കോടി പിന്നിട്ടിരിക്കുകയാണ്. അള്ളാഹു ഷെയ്ഖുനക്ക് ആഫിയത്ത് കൊടുക്കട്ടെ. അള്ളാഹു ഈ 10,000-കണക്കിന് ആളുകൾ സഹായിച്ചവർക്ക് അള്ളാഹ് റഹ്മത്ത് ഏറ്റി കൊടുക്കട്ടെ. ഞാനല്ല ദുആ ചെയ്യേണ്ടത്, ഷെയ്ഖുന തന്നെ ദ്വാരക്കും അവർക്കാണ്. ഈ പ്രസ്ഥാന കുടുംബത്തിലെ പാവപ്പെട്ട പ്രവർത്തകടക്കാർ നേതൃത്വത്തിൻ്റെയും സംഘടനാ കുടുംബത്തിൻ്റെ ആ കെട്ടുറപ്പും ഒറ്റക്കെട്ടായുള്ള SYSൻ്റെയും SSFൻ്റെയും ICFൻ്റെയും RCയുടെയും പ്രിയപ്പെട്ട പ്രവർത്തകർ മുസ്ലിം ജമാഅത്തി എന്ന പ്രസ്ഥാനമങ്ങ് പ്രഖ്യാപിച്ചതോടുകൂടെ ആ നെഞ്ചിലേറ്റി 3 ദിവസം കൊണ്ട് ഈ ഒരവസ്ഥയിൽ ഷെയ്ഖുന പറഞ്ഞോ അത് വിജയിക്കും, ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും ഷെയ്ഖുന തന്നെ ദുആ ചെയ്തു തരും. അതുപോലെ പല കോടികൾ വേണമെന്ന് നിങ്ങൾക്കൊക്കെ അറിയാം, കോടികൾ വേണം. മറ്റു പല നിലക്കും സഹായിച്ചവർ, പള്ളി പെട്ടെന്നൊന്ന് പൊളിക്കേണ്ടി വന്നു, ഒരാൾ സഹായിക്കാന്ന് പറഞ്ഞു, പൊളിച്ച ഉടനെ ആൾ മരിക്കും ചെയ്തു. അപ്പോൾ പിന്നെ അതിന് അൽഹംദുലില്ലാഹ് കുറ്റൂരാജ് റഹ്മാനാജിക്ക് അള്ളാഹു ആഫിയത്ത് കൊടുക്കട്ടെ. പാടന്തറ മർക്കസിൻ്റെയും നമ്മുടെ നേതൃത്വത്തിനും എല്ലാവരുടെയും ഒരു മൽജ ആണത്. അപ്പോൾ അവിടുന്ന് പറഞ്ഞു തുടക്കം കുറിച്ചിട്ടൊരു സഹായം ചെയ്യാൻ തുടങ്ങിക്കൊള്ളിയെന്നാണ്. അങ്ങനെ ഒരുപാട് ആളുകൾ മറ്റുള്ളവരുടെ സഹായം അൽഹംദുലില്ലാഹ് 1.25 കോടിയോളം ചിലവ് വന്ന് ആ പള്ളി ഈ 4 മാസം കൊണ്ട് പൂർത്തിയാക്കി. അതൊക്കെ പറഞ്ഞത് ഷെയ്ഖുനയുടെ ഉപദേശം ദുആയിലും പെടുമെന്ന ആ ഒരു വിശ്വാസത്തോടെയാണ്. അള്ളാഹു ഈ മജ്ലിസ് കബൂലാക്കുമാറാവട്ടെ. ഒരുപാട് ആളുകൾ ദുആ ചെയ്യിപ്പിച്ചവരുണ്ട്. പ്രവാസ ലോകത്തുള്ള സഹോദരങ്ങൾ, ഉമറാക്കൾ കുടുങ്ങില്ല, എന്താണ് വേണ്ടതെന്ന് ചോദിച്ച് ഞാൻ ഒരാളുടെയും ഒരു മഹാൻ പറഞ്ഞു,
50 ലക്ഷം തന്ന ഒരാളും 5 ലക്ഷം തന്നാലും 5000 തന്നാലും 313 റുപ്യ തന്നാലും അത് ഒരു കണ്ണുകൊണ്ട് കാണുക. കല്യാണ മജ്‌ലിസായതുകൊണ്ട്. കാരണം ഇവിടെയുള്ള ഇരിക്കുന്നവരൊക്കെ അത് നേരത്തെ പറഞ്ഞ അഭിമാനമുണ്ടല്ലോ, കാശിൻ്റെ കുറവല്ലേ ഉള്ളൂ. അപ്പോൾ എന്ത് നൽകിയാലും അവരുടെ പേരോ കാരോ ഒന്നും പറയണ്ട, അള്ളാഹു അവർക്ക് സവാബ് കൊടുക്കും. ഇതൊരു കല്യാണ സദസ്സാണല്ലോ. അത് പറഞ്ഞപ്പോൾ തന്നെ ആദ്യകാലം തൊട്ട് ശൈഖുനായോട് ചെന്ന് പറഞ്ഞിട്ട് ഇതുവരെ അങ്ങനെ തന്നെ വന്നിരുന്നത്. ഒന്നും ഒരാൾ എത്രയോ കോടികൾ വേണം നിങ്ങൾക്കറിയാം, സഹായിച്ചവർ അത്രയുണ്ട്. പക്ഷെ ഒരാളെയും പേര് ലി വജ്ഹില്ല. അള്ളാഹു കാണുന്നു. കുല്ലുൽ ഉമൂരി ബി തഖ്ദീരിൻ മിനല്ലാഹ്. അള്ളാഹു കാണുന്നു, അള്ളാഹു അറിയുന്നു. പടച്ച റബ്ബ് അവർക്ക് മഹാന്മാരുടെ ബർക്കത്ത് കൊണ്ട് അർഹമായ പ്രതിഫലം നൽകുമാറാവട്ടെ. അവർക്കൊക്കെ അള്ളാഹു വലിയ സന്തോഷം കൊടുക്കട്ടെ, ഇസ്സത്ത് കൊടുക്കട്ടെ. ഈ വിഷയത്തിൽ 1 രൂപ ചെലവഴിച്ച സഹായിച്ച മുഴുവൻ ആളുകൾക്കും മറക്കാൻ കഴിയാത്ത സംഘടനാ കുടുംബത്തിലെ പ്രിയപ്പെട്ട ജ്യേഷ്ഠാനുജന്മാർക്ക് അൽഹംദുലില്ലാഹ് അള്ളാഹു അവർക്ക് റഹ്മത്ത് കൊടുക്കട്ടെ. അവരോടൊക്കെയും പറഞ്ഞത് ശൈഖുന് ദുആ ചെയ്യുമെന്ന്. അതിവിടെ നടക്കും ഇൻഷാ അല്ലാഹ്. അവിടുത്തെ ഉപദേശം നമ്മളൊരു നസീഹത്ത് നൽകിയിട്ട് ഇൻഷാ അല്ലാഹ് ഈ ഇരിക്കുന്ന മുഹയ്യിസുന്ന കുടുംബത്തിലെ ആയിരക്കണക്കായ പണ്ഡിതന്മാരെ, നേരത്തെ മാളിക് ഉസ്താദ് ഇവിടെ പറഞ്ഞിട്ടുണ്ട്, ആയിരക്കണക്കായ പണ്ഡിതന്മാരെ ആലിമീങ്ങൾക്ക് ദീനിന്റെ ഇൽമിന്റെ വെളിച്ചം, പ്രകാശം, ചെറിയ വെളിച്ചമൊന്നല്ല, ആ വെളിച്ചം പകർന്ന അഭിമന്യ ഗുരുവിന് ഒരാദരവ് ഇവിടെ ഈ മുഹയ്യിസുന്ന കുടുംബം ശൈഖുനയുടെയും അലിബാഫിക്ക് തങ്ങളുപ്പാപ്പയുടെയും ബദുസാദാത്തുപ്പാപ്പയുടെയും മറ്റു മഹാന്മാരായ ഉസ്താദുമാർ, സാദാത്തുക്കൾ എല്ലാവരുടെയും ഒരുപാട് സാദാത്തുക്കൾ ഇവിടെയുണ്ട്. കൂറത്തങ്ങളുപ്പാപ്പ കഴിഞ്ഞ പ്രാവശ്യം ഓടിച്ചാടി നടന്നു. ഇപ്പോൾ പള്ളിപ്പറമ്പ് അള്ളാഹു ആഫിയത്ത് കൊടുക്കട്ടെ, അള്ളാഹു അവിടുത്തെ ദറജയേറ്റി കൊടുക്കട്ടെ. അവിടുത്തെ മോനടക്കോടെ വന്നിട്ടുണ്ട്. പൊസോട്ട് തങ്ങളുപ്പാപ്പ ഇതിൻ്റെ തണലാണ്, പക്ഷെ പൊസോട്ട് തങ്ങളുപ്പാപ്പയുടെ മോനിവിടെ വന്നിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് മഹാന്മാർ. ഉപ്പ പോയാൽ മക്കൾ വരുമെന്ന് പറഞ്ഞു വന്ന മക്കളും അതുപോലെ ആലിമീങ്ങളുടെ മക്കൾ ബഹുമാനപ്പെട്ട ശൈഖുന KK ഉസ്താദ്, കട്ടിപ്പാറ KK ഉസ്താദ് എല്ലാ തുടക്കം മുതൽ ഇതുവരെ ഒരൊറ്റ മജ്‌ലിസുടെ ഒഴിവായിട്ടില്ല. എല്ലാത്തിനും നേരത്തെ വരും. ഒരു തണലായിരുന്നു KK ഉസ്താദ്. KK ഉസ്താദ് ഇപ്രാവശ്യമല്ല, ശൈഖുൻ്റെ നമ്മുടെയൊക്കെ ഒരു മുഹിബ് തന്നെയല്ലേ. മക്കൾ വന്നിട്ടുണ്ട്, പേരക്കുട്ടികളും വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ എല്ലാ ആളും ഇൻഷാ അല്ലാഹ് ഇനി ഞാൻ പറയുന്ന അദബുകേടാകും. ശൈഖുന് നമുക്ക് നല്ല നസീഹത്ത് ചെയ്ത് ബാക്കി കാര്യങ്ങളൊക്കെ മജീദ് സാഹിബ് ഇവിടെ അറിയിക്കുമെന്ന് പറഞ്ഞ് അസ്സലാമു അലൈക്കും. തങ്ങളുടെ അന്ന് പേരൂർ ഉസ്താദാണ് ഞങ്ങൾക്കൊക്കെ ഭക്ഷണം തന്നിരുന്നത്. പേരൂർ ഉസ്താദാണ് ഞങ്ങളെ വളർത്തിയിരുന്നത്. അവിടെ ദർസ് കഴിഞ്ഞ് ചെമ്മാട്ടേക്ക് വരുമ്പോഴാണ് കരീം ഉസ്താദ് വന്ന് പറഞ്ഞത്. അന്ന് ഞാൻ മർക്കസ് ശൈഖുനാനത്ത് പോയി അവിടെ ചെന്ന് ചേരാനുള്ള വഴി എനിക്ക് പരീക്ഷ എഴുതി വിജയിക്കുകയും ചെയ്തു, ഒക്കെ ചേർന്നതാണ്. അപ്പോഴാണ് ഉസ്താദ് അങ്ങനെ പറഞ്ഞത്. അങ്ങനെ മുണ്ടക്കുളത്ത് ഞാൻ 6 മാസത്തോളം അവിടെ ദർസ് നിന്നു. എന്നെക്കാളും പ്രായമുള്ള കുട്ടികളവിടെ പഠിച്ചിരുന്നത്. പക്ഷെ അന്ന് എനിക്ക് ശനി ഞായറും ലീവുണ്ട്, അന്ന് നാട്ടിൽ പോവില്ല. ആ ശനി ഞായറും ശൈഖുനാൻ്റെ ബുഖാരി സബക്കർ കൂടാൻ അന്ന് മർക്കസിൽ പോയി. 6 മാസം കഴിഞ്ഞ് അൽഹംദുലില്ലാഹ് അത് കഴിഞ്ഞിട്ട് ചെമ്മാട്ട് വന്നപ്പോൾ ഉസ്താദിനോട് ദർസെടുത്ത് നല്ല ഇടയിലുമായിപ്പോയി. അന്ന് ദർസ് എടുക്കാൻ വേണ്ടി ഇവിടെ നിന്ന് ദർസിന് ഉസ്താദ് കൊല്ലാവർഷം പൂർത്തിയാക്കിച്ചിട്ട് എന്നെയും നമ്മുടെ കൊളത്തൂർ അലവി സക്കാഫ് ഉസ്താദ് ഞങ്ങൾ 2 പേരെയും, ഞാൻ ശൈഖുനാൻ ഇരുത്തിനൊക്കെ പറഞ്ഞിരുന്നത്, 2 പേരെയും നേരെ മർക്കസ് പോകുക, ശൈഖുനാനത്ത് ദ്വാരപ്പിച്ചിട്ട് വരിക. ഓക്കെ ഉസ്താദ് ബഹറുൽ ഉലൂം ഓക്കെ ഉസ്താദിൻ്റെ അവിടെ പോയിട്ട് അവിടെയും വന്ന് പറഞ്ഞു വരിക, നേരെ ശൈഖുനാനത്ത് പോയി ദ്വാരപ്പിച്ച് വരിക. അങ്ങനെ ഞാനവിടെ പോയി. അവിടെ ചെന്ന് ഉച്ചയ്ക്ക് ക്യാൻറ്റീനിൽ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോയതാണ്. അപ്പോൾ അലവി സക്കാഫിക്ക് അവർക്കെല്ലാം അറിയാം ക്യാൻറ്റീൻ്റെ ഉള്ളറകളൊക്കെ. എനിക്ക് മർക്കസിലൊന്നും അറിയില്ല. അതിൽ ശൈഖുനുണ്ട് ഒരു ചൂരലെടുത്തൊരു വരവ്, ഒരു 4-5 ചൂരലിൻ്റെ വലിപ്പം ഉണ്ടാവും. അങ്ങനെ ഉസ്താദെന്ന് അടിച്ച അടി ഒരു സക്കാഫിക്ക് അടി കിട്ടിയിട്ടുണ്ടാകുന്ന എന്നെ അടിച്ച അടി. അപ്പോൾ എല്ലാം കഴിഞ്ഞിട്ട്
ഒരാഴ്ചത്തോളം ഒഴിഞ്ഞും ചെയ്തിരിക്കുന്നു പുറമൊക്കെ. അള്ളാഹു ഷെയ്ഖിനാക്ക് ആഫിയത്ത് കൊടുക്കട്ടെ. അപ്പോൾ ആ അടിച്ച് എല്ലാം കഴിഞ്ഞു പോരുമ്പോൾ അലവി സക്കാഫിസ്ഥായി വന്നിട്ട് പറഞ്ഞു, ചെമ്മാട്ട് ഒരു മുദരിസിൻ്റെ പുറം പൊളിച്ചിട്ടുണ്ട്. അപ്പോൾ ആലോചിച്ചപ്പോൾ എൻ്റെ പേരാണ്. അന്ന് ഷെയ്ഖ് എന്നെ വിളിച്ചിട്ട് നിങ്ങളെന്തിനാണ് അവിടെ കേദിക്ക് പോയത്? എന്നിട്ട് ഉസ്താദ് എനിക്ക് ഷെയ്ഖുനാക്ക് ഒരു നല്ല തബറുക്കിൻ്റെ ഒരു മഹാൻ കൊടുത്ത് എനിക്കൊരു കഷ്ടം തന്നു. ഞാൻ ഇന്നത് ഇവിടെ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. ഇതുവരെ അൽഹംദുലില്ലാ അതിൻ്റെ ആ ഒരു അടിയും ആ ഒരു തബറുക്കിൻ്റെയും അൽഹംദുലില്ലാ അള്ളാഹു ഷെയ്ഖുനാക്ക് ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കട്ടെ. അങ്ങനെ അവിടുന്ന് ദർസ് നടത്താൻ അവിടെ എല്ലാം തന്നെ ചെമ്മാട്ട് 6 കൊല്ലത്തോളം ഷെയ്ഖിനെ തന്നെ അവിടെ എന്നെ പഠിപ്പിച്ച് 8 കൊല്ലത്തോളം ഞാൻ ഉസ്താദിൻ്റെ കൂടെ ജീവിതം കഴിച്ചു. ഇന്ന് ജീവിതത്തിൽ ഏറ്റവും വലിയൊരു അനുഭൂതി, ഈ കല്യാണമൊക്കെ നടക്കുന്നുണ്ടെങ്കിലും ബദറുസാദാത്തുപ്പാപ്പോടെ ഇരിക്കുന്നുണ്ട്, ഷെയ്ഖിന് ഇരിക്കുന്നു. അവിടുത്തെ ഹദറത്തിൽ വെച്ച് ഉമ്മയും ബാപ്പയുമായ ഉസ്താദിനെ മൊഹീസുന്ന കുമ്പടുമ്പം ആദരിക്കാൻ പോവുകയാണ്. ചെമ്മാട്ടിൽ നിന്ന് ഒരു ചെറിയ കാരണം കൊണ്ട് പിരിഞ്ഞപ്പോൾ മൂന്നിയൂരിൽ ദർസ്. അന്ന് ഞാൻ മെല്ലെ ചെന്നിട്ട് റൂമിൽ ചെന്ന് ചോദിച്ചു, നമ്മളെ ഉസ്താദ് എന്നൊക്കെ പറയുമ്പോൾ എമ്പി വാപ്പിയോ എന്താന്നൊക്കെ എന്നെ മുണ്ടക്കുളത്ത് നിർത്തിയപ്പോൾ അവിടെ ഒരു കല്യാണം നടന്നു. പുതിയാപ്പിളക്ക് ചോടും കൊടുക്കില്ല, വലിയന് കണ്ണും കാണൂല, സംസാരിക്കാൻ കഴിയില്ല. ബറച്ചിട്ടന്ന് ഉസ്താദ് രാത്രി 12 മണിക്ക് വന്ന് വാതിൽ തട്ടി കിടക്കും. ഉസ്താദ് 11 മണിക്ക് കിടക്കും. ഞാൻ ഒരു 12 മണിക്ക് വാതിലടിച്ച് ഓർക്കണം. ഉസ്താദ് കൊണ്ടുവന്ന് അപ്പങ്ങനെ പ്രശ്നം എന്നറിയും. ഉസ്താദ് കുറേ ചിരിച്ച് ഇതൊക്കെ വാങ്ങി മസാലൊക്കെ പറഞ്ഞ് ക്ലിയറാക്കി തന്നിട്ട്, ജിഞ്ഞാൻ്റെ തണുപ്പ് നിർത്തണം, നാളെ നിക്കാഹ് ജന്ന നടത്തണ്ടേ, ഖുതുബക്കാരി ഓതിക്കോട്ടെ, ദുആയാരി നടത്തിക്കോട്ടെ, നിക്കാഹ് ജന നടത്തണം, അത് ഇന്നിന്നൊക്കെ രൂപത്തിലാണ്, അത് ശരിക്കടെ നടത്തണം. അവിടെ ഒരു തണുത്തിരിക്കും ചെയ്തത്. ആ രംഗേ ഞാൻ ആ പോയ കാഴ്ചയൊക്കെ അത് അള്ളാഹു ഉസ്താദിന് ആഫിയത്ത് കൊടുക്കട്ടെ. അത് ഒരു വല്ലാത്ത ഒരനുഭൂതിയായിരുന്നു. ചെമ്മാട് വന്ന് കഴിഞ്ഞ് ചെമ്മാട്ടിൽ നിന്ന് പിരിഞ്ഞ് മൂന്നൂര് നിൽക്കുമ്പോൾ അന്ന് ഒരൊറ്റ കുട്ടിയില്ല. ഉസ്താദ് തന്നെയാണ് ദർസിന് അവിടെ വാക്ക് കൊടുത്തൊക്കെ. ഇന്ന് വരെ ഞാൻ ഷെയ്ഖുനാനെത്തി പറയാം, ഒരു കാര്യവും ഒരു വിഷയവും ഉസ്താദും ഷെയ്ഖുനും അറിയാതെ ഒരു വിഷയത്തിന് ഇറങ്ങാറില്ല, എത്ര ചെറുതും വലുതാണെങ്കിൽ. അൽഹംദുലില്ലാ. പിന്നെ നമ്മുടെ ഈ പരിപാടി പള്ളി, നമ്മുടെ ഈ പാടന്തര മറക്ക് നടക്കുന്ന എന്തൊരു വിഷയവും ബഹുമാനപ്പെട്ട വണ്ടൂർ ഉസ്താദ്, അള്ളാഹു വണ്ടൂർ ഉസ്താദിന് ആഫിയത്ത് കൊടുക്കട്ടെ. ഈ പ്രസ്ഥാന കുടുംബത്തിലെ വലിയൊരു തലയും ആയുസ്സിലെ 90% പ്രസ്ഥാനത്തിനുവേണ്ടി ചെലവഴിച്ച ഒരു ഉസ്താദാണ്. അപ്പോൾ ഞാൻ അങ്ങനെ വിളിക്കും, അടുത്താണ്, എന്തൊരു വിഷയം വന്നാലും വണ്ടൂരിലേക്ക് ഞാൻ പോകാറുണ്ട്. വണ്ടൂരും പോയിട്ട് അങ്ങനെ. അപ്പോൾ ഉസ്താദിൻ എന്നോട് പറഞ്ഞു, ദർസവിടെ ഒരു കുട്ടിയില്ല. അപ്പോൾ ഞാനും എല്ലാ ഉസ്താദിനും ചോദിച്ചു, കോളേജിലേക്ക് എവിടേക്കെങ്കിലും ഒരു കൊല്ലം പോടാ, അണക്ക് മരിക്കോളും ദർശനത്തിയാൽ പോരാടാ വെച്ചു. ഇത് ദർശനത്തിക്കോ, ഇനി നല്ല ദർശനത്ത. അങ്ങനെ ഉസ്താദ് നിബ്രാസിലേക്ക് ദർസിന് ഡേറ്റൊക്കെ കൊടുത്തു ഉസ്താദിന്. ഒരൊറ്റ കുട്ടിയില്ല. അങ്ങനെ ഒരു മുത്താലിമ് വന്നു. അപ്പോൾ പല്ലാർ ഉസ്താദ് ഇവിടെ ഇരിക്കുന്നുണ്ട്. അസനെ എന്നൊരു വിളി വിളിച്ചിട്ടുണ്ട് ഉസ്താദ്. അസനെ മുഴുവൻ കുട്ടികളും കൂടി നിബ്രാസിലേക്ക്. അസറിന് ശേഷം പല്ലാർ ഉസ്താദ് നേതൃത്വം മുഴുവൻ കുട്ടികളും വിട്ട് എൻ്റെ ദർസ് ഉസ്താദ് തുടങ്ങി തന്ന് അന്ന് കുണ്ടൂർ ഉസ്താദ് അടക്കമുള്ളവരെ ഇരുത്തി തിരുവങ്ങടി വാപ്പുസ്താദിനെ ഇരുത്തിയിട്ട് വാപ്പുസ്താദ് ചോദിച്ചു ഉസ്താദിനോട്, കുട്ടികൾ ദർസ് തുടങ്ങണ്ടേ? അല്ല ഇവിടെ തുടങ്ങേണ്ട കുട്ടികളെ ചോദിച്ചപ്പോൾ ഉസ്താദ് പറഞ്ഞു, മുഴുവനാണ് മൊത്തത്തിൽ വിസ്മലി കൊടുത്താൽ മതി അല്ലേ, മൊത്തത്തിൽ വിസ്മലി കൊടുത്താൽ മതിയാണ്. പിന്നെ ഇറങ്ങിപ്പോകുമ്പോൾ ഉസ്താദ് പറയാം, അത് കുട്ടികളെ നല്ലോണം കിട്ടുന്നതാണ്. പിന്നെ ആ 2 മാസമായപ്പോഴേക്ക് 70 കുട്ടികളുണ്ട്. പിന്നെ 150 കുട്ടി ഇതുവരെ മുറിഞ്ഞിട്ടുമില്ല. കുട്ടികളെ കാര്യത്തിച്ച് കുടുംബമില്ല, മരിക്കോളും ദർശനം നടത്തിക്കോ, വഴല് മുടക്കും ചെയ്യരുത്, ദർശ അത്രയും മുടക്കരുത്. അങ്ങനെ ഓരോ വിഷയത്തിനും ഉസ്താദ് ഷെയ്ഖുനാനത്തേക്ക് വിടും ചെയ്യും. എന്തൊരു കാര്യവും പൊന്മുള ഉസ്താദ് ഞങ്ങളോട് എന്തൊരു കാര്യം ചർച്ച ചെയ്യുമ്പോഴും നേരെ ഷെയ്ഖുനാനത്ത് പോയി ചോദിച്ചിട്ട്, ഈ കല്യാണങ്ങളൊക്കെ അങ്ങനെ തന്നെയാണ്. ഇൻഷാ അല്ലാഹ് ഞാൻ ഷെയ്ഖുനാനെ എത്തിയിട്ട് നീട്ടുന്നില്ല. ഞാൻ എങ്ങനെയാണ് എന്താണ് പറയേണ്ടതൊക്കെ ഈ ഇരിക്കുന്ന നേതൃത്വങ്ങളൊക്കെ പൊരുത്തപ്പെടുമെന്നറിയാം. ഞാൻ നേരത്തെ പറഞ്ഞു, 10-36 വയസ്സ് കഴിഞ്ഞൊരു പെൺകുട്ടിയുടെ 10-36 വയസ്സുള്ള പെൺകുട്ടിയുടെ
ഉമ്മാൻ്റെ കയ്യിൽ, അത് പറഞ്ഞപ്പോഴങ്ങനെ പോയത്, ആ ഉമ്മാൻ്റെ കയ്യിൽ 5 പവരങ്ങ് കൊടുത്തിട്ട് കൊടുത്തപ്പോൾ ഈ ഉമ്മയുടെ ഒരു പൊട്ടൽ കാണണം. സഹോദരങ്ങളെ, നമ്മുടെ ഒരു മോള്, നമ്മുടെ ഒരു പെങ്ങള് 28-30 വയസ്സ് കഴിഞ്ഞിട്ട് വീട്ടിൽ ഒരു ഭാരമെന്ന് ഞാൻ പറയുന്നില്ല, ഉണ്ടെങ്കിൽ നമുക്ക് സുഖിച്ച് ജീവിക്കാൻ പറ്റുമോ? അപ്പോൾ ഈ ഉമ്മാൻ്റെ കയ്യിൽ ഇതങ്ങ് കൊടുത്തതും ആ ഉമ്മ കണ്ണീരൊടിക്കപ്പോൾ ഞാൻ പറഞ്ഞു, ഉമ്മ മോളെ നിക്കാഹ് കഴിഞ്ഞല്ലോ, പിന്നെന്തിനാ ഉമ്മ കരയുന്നത്? അപ്പോൾ ആ ഉമ്മ ഒന്നുകൂടെ കരഞ്ഞു. എന്നിട്ട് ആ ഉമ്മ പറയും, മോനെ, എൻ്റെ മോളെ പ്രസവിച്ച ഉടനെ വാപ്പ മരിച്ചു. പിന്നെ അവളെ 36 കൊല്ലം ചപ്പ് നുള്ളിയിട്ട്, ചായത്തോട്ടത്തിൽ ചപ്പ് നുള്ളിയിട്ട് ഞാൻ വളർത്തി. ഈ 36 വയസ്സിനുള്ളിൽ ഇന്ന് വരെ എൻ്റെ കുട്ടി സ്വർണത്തിൻ്റെ ഒരു മോതിരം പോലും ധരിച്ചിട്ടില്ല. ആദ്യമായിട്ട് ഇത് ധരിക്കാൻ പോകുന്നു. നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഒരുപാട് ആളുകൾ സഹായിച്ചവരുണ്ട്. എല്ലാവർക്കും വേണ്ടി പറയുന്നത് ശൈഖിനെ കൊണ്ട് ദ്വാരിപ്പിക്കുന്ന, അത് ഹക്കാണ്. ഏത് വഅദിലും ഏത് സ്ഥലത്തും ഗൾഫിലും നാട്ടിലും എവിടെ ചെന്നാലും എന്തൊരു വിഷയത്തിൽ ശൈഖിനെ കൊണ്ട് ദ്വാരിപ്പിക്കും, ശൈഖിനെ കൊണ്ട് ദ്വാരിപ്പിക്കും. ഇൻഷാ അല്ലാഹ് അലിബാഫി തക്കളും ഉപ്പാപ്പടക്കം മഹാന്മാരൊക്കെ ഇവിടെ വരും. ഉപ്പാപ്പൊരു മൽജ ആണ്. അലിബാഫി ഉപ്പാപ്പ എല്ലാത്തിനും ഞങ്ങളുടെ ഒരു പ്രധാനപ്പെട്ട ഒരു മൽജ തന്നെയാണ്. അപ്പോൾ ഒക്കെ വരും. അതുപോലെ തന്നെ ബഹുസാഹത്ത് ഉപ്പാപ്പ തൊട്ട് എല്ലാവർക്കും ദ്വാരിപ്പിക്കാൻ ഇവിടെ പറയാനുള്ളതും, ഈ കാണുന്ന പുതിയാപ്പിളാരൊക്കെ അഭിമാനമുള്ളവരാണല്ലോ. അവർക്ക് ഒരു കാശിൻ്റെ കുറവേ ഉള്ളൂ, ഇസ്സത്തുള്ളവരാണ്. പക്ഷേ നസീഹത്ത് കഴിഞ്ഞ് ഇവിടെ ബഹുമാനപ്പെട്ട ശൈഖിനെ സുൽത്താനുൽ ഉലമ ആദരിക്കാൻ പോകുന്ന ഒരു ചടങ്ങ് മഹാന്മാരായ സാദാത്തുക്കളെത്തി. ഞാൻ പറഞ്ഞത്, ഈ കണ്ട ആ 5 പ്രാവശ്യത്തോളം നടന്ന കല്യാണങ്ങളിൽ 2000-ൽ പരം വരുന്ന കുട്ടികളുടെ കല്യാണം കഴിഞ്ഞ് എല്ലാവരും നല്ല റാഹത്തോടെ ജീവിക്കുമ്പോൾ ഈ സമയം ശൈഖിനുടെ അരികിൽ ചെന്നു, ഡേറ്റ് തന്നു. അന്ന് 100 പേരെ നമ്മുടെ ജില്ലയിലെ പാവപ്പെട്ട മുസ്ലിം ജമാഅത്തിൻ്റെയും SYSൻ്റെയും SSFൻ്റെയും പ്രിയപ്പെട്ട പ്രവർത്തകർ കൂടിയിട്ട്, സമസ്തയുടെയും അങ്ങനെ കൂടി എന്താ ചെയ്യുക, 100 പേര് എന്നുള്ളത്. പക്ഷേ അത് പിന്നീട് സമസ്ത എന്ന മഹത്തായ പ്രസ്ഥാനം, അൽഹംദുലില്ലാഹ്, അതിൻ്റെ ബറക്കത്ത്, ഈ പ്രസ്ഥാനത്തിൻ്റെ ബറക്കത്ത് കുറച്ചൊന്നല്ല, ഈ പ്രസ്ഥാനത്തിൻ്റെ ഐശ്വര്യം കുറച്ചൊന്നല്ല. നല്ലൊരു പ്രതിസന്ധി, ഗൾഫിലെ വഴികൾ, യുദ്ധവും മറ്റുമൊക്കെ, മറ്റുള്ള ഇപ്പോൾ ഇവിടെ തന്നെ തെരഞ്ഞെടുപ്പ് പ്രമാണിച്ച് ഒന്നും പറ്റില്ല. ഒരു 10 പൈസ ഒരു ശൈഖിനുടെ ആരെങ്കിലും തബറുക്കിന് ഒരു 100 റുപ്യ കൊടുക്കുക, ഒന്നും ഇവിടെ പറ്റില്ല. അഥവാ തെരഞ്ഞെടുപ്പിന് ഇവിടുത്തെ നിയമപാലകരുടെ നിയമമാണ്, ഒന്നും പറ്റില്ലെന്ന് അറിയിച്ചിരിക്കുകയാണ്. എന്നാലും ഒരു പേടിയില്ല കേട്ടോ, ഒരു വിഷമമില്ല, ഒരു പ്രയാസം, ഒരു പേടി വന്നപ്പോൾ ഈ വിഷയങ്ങളൊക്കെ മഹദിയായ ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു അൻഹ, ഉമ്മുൽ മുഅ്മിനീൻ ഖദീജ ഉമ്മയുടെ ചാരത്ത് ചെന്നിരുന്ന് ഒരു ഖത്തം മുഴുവനും ഓതിയിട്ട് ആ വിഷയത്തിലേക്ക് ശൈഖിനയുടെ ഡേറ്റ് കിട്ടിയാൽ നേരെ ചെന്ന്, ഇപ്രാവശ്യം അങ്ങനെ ചെയ്തിട്ടുണ്ട്, അങ്ങ് ഇറങ്ങാറുണ്ട്. അതിൻ്റെ ബറക്കത്ത് കൊണ്ട് ഒരു ബുദ്ധിമുട്ട് അള്ളാഹു തന്നിട്ടില്ല. ഈ പ്രാവശ്യം നല്ലൊരു പ്രതിസന്ധി വന്നു. അപ്പോഴാണ് ഇതിൻ്റെ ജനറൽ കൺവീനർ കൂടിയായ മജീദ് സാഹിബ് അവരുകൾ, കക്കാട് മജീദ് സാഹിബ് വിളിച്ചിട്ടെന്നോട് പറഞ്ഞു, ശൈഖിനാനത്തൊന്ന് വരണം, പോകണം, ബുധനാഴ്ച ഉച്ചക്ക് പോകണം എന്നറിഞ്ഞു. അങ്ങനെ പോയി. എല്ലാ വഴികളും അടഞ്ഞ സമയം 3 ദിവസം മുമ്പ്. അങ്ങനെ ശൈഖിന പറഞ്ഞ് കുടുങ്ങൂല, ഒരു കൂട്ടിയിട്ട് ഒരു ചലഞ്ച് നടത്താൻ വേണ്ടി ശൈഖിന അന്ന് രാത്രി, അന്ന് പ്രിയപ്പെട്ട പ്രവർത്തകരോട്, മുസ്ലിം ജമാഅത്ത് എന്ന നമ്മുടെ അഭിമാനകരമായ നമ്മുടെ പ്രസ്ഥാന നേതൃത്വം, ആ നേതൃത്വം പ്രഖ്യാപിക്കും. SYSഉം SSFഉം അതുപോലെ പ്രവാസ ലോകത്ത് പാവങ്ങളുടെ അത്താണിയായ ICFഉം ലക്ഷക്കണക്കിന് വരുന്ന വിദ്യാർത്ഥികൾക്കുടെ പ്രകാശമായ RSC, കർണാടകയിലെ പാവങ്ങളുടെ കേന്ദ്രമായ KCF അടക്കമുള്ള ഈ പ്രസ്ഥാന കുടുംബം അവർ നെഞ്ചിലേറ്റും. നമുക്ക് കുറച്ച് ചെറിയൊരു തുക, അന്ന് ശൈഖിന പറഞ്ഞ് അള്ള കൊടുക്കൂല, വഴികളൊക്കെ റെഡിയാകുന്നതാണ്. അപ്പോൾ 3 ദിവസം മുമ്പ്
നമ്മളൊക്കെ അന്ന് നേതൃത്വം മജീദ് സാഹിബൊക്കെ അങ്ങനെ പറയും, ഒരു ഉറുപ്പ്യെങ്കിലും നമുക്ക് കിട്ടണം എന്നൊക്കെ. പക്ഷെ ഷെയ്ഖുന പ്രഖ്യാപിച്ചു, ഇന്നത് 6 കോടി പിന്നിട്ടിരിക്കുകയാണ്. അള്ളാഹു ഷെയ്ഖുനാക്ക് ആഫിയത്ത് കൊടുക്കട്ടെ. അള്ളാഹു ഈ 10,000-കണക്കിന് ആളുകൾ സഹായിച്ചവർക്ക് അല്ലാഹ് റഹ്മത്ത് ഏറ്റി കൊടുക്കട്ടെ. ഞാനല്ല ദുആ ചെയ്യേണ്ടത്, ഷെയ്ഖുന തന്നെ ദ്വാരക്കും അവർക്കാണ്. ഈ പ്രസ്ഥാന കുടുംബത്തിലെ പാവപ്പെട്ട പ്രവർത്തകരുടെ നേതൃത്വത്തിൻ്റെയും സംഘടനാ കുടുംബത്തിൻ്റെ ആ കെട്ടുറപ്പും ഒറ്റക്കെട്ടായുള്ള SYS-ൻ്റെയും SSF-ൻ്റെയും ICF-ൻ്റെയും RC-യുടെയും പ്രിയപ്പെട്ട പ്രവർത്തകർ മുസ്ലിം ജമാഅത്തി എന്ന പ്രസ്ഥാനമങ്ങ് പ്രഖ്യാപിച്ചതോടുകൂടെ ആ നെഞ്ചിലേറ്റി 3 ദിവസം കൊണ്ട് ഈ ഒരവസ്ഥയിൽ ഷെയ്ഖുന പറഞ്ഞോ അത് വിജയിക്കും, ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും ഷെയ്ഖുന തന്നെ ദുആ ചെയ്തു തരും. അതുപോലെ പല കോടികൾ വേണമെന്ന് നിങ്ങൾക്കൊക്കെ അറിയാം, കോടികൾ വേണം. മറ്റു പല നിലക്കും സഹായിച്ചവർ, പള്ളി പെട്ടെന്നൊന്ന് പൊളിക്കേണ്ടി വന്നു, ഒരാൾ സഹായിക്കാന്ന് പറഞ്ഞു, പൊളിച്ച ഉടനെ ആൾ മരിക്കുകയും ചെയ്തു. അപ്പോൾ പിന്നെ അതിന് അൽഹംദുലില്ലാഹ് കുറ്റൂരാജ് അബ്ദുറഹ്മാനാജിക്ക് അള്ളാഹു ആഫിയത്ത് കൊടുക്കട്ടെ. പാടന്തറ മർക്കസിൻ്റെയും നമ്മുടെ നേതൃത്വത്തിനും എല്ലാവരുടെയും ഒരു മൽജ ആണത്. അപ്പോൾ അവിടുന്ന് പറഞ്ഞു, തുടക്കം കുറിച്ചിട്ടൊരു സഹായം ചെയ്യാൻ തുടങ്ങിക്കൊള്ളിയെന്നാണ്. അങ്ങനെ ഒരുപാട് ആളുകൾ മറ്റുള്ളവരുടെ സഹായം അൽഹംദുലില്ലാഹ് 1.25 കോടിയോളം ചെലവ് വന്ന് ആ പള്ളി ഈ 4 മാസം കൊണ്ട് പൂർത്തിയാക്കി. ഞാനതൊക്കെ പറഞ്ഞത് ഷെയ്ഖുനയുടെ ഉപദേശം ദുആയിലും പെടുമെന്ന ആ ഒരു വിശ്വാസത്തോടെയാണ്. അള്ളാഹു ഈ മജ്ലിസ് കബൂലാക്കുമാറാവട്ടെ. ഒരുപാട് ആളുകൾ ദുആ ചെയ്യിപ്പിച്ചവരുണ്ട്. പ്രവാസ ലോകത്തുള്ള സഹോദരങ്ങൾ, ഉമറാക്കൾ കുടുങ്ങില്ല, എന്താണ് വേണ്ടതെന്ന് ചോദിച്ച് ഞാൻ ഒരാളുടെയും ഒരു മഹാൻ പറഞ്ഞു, 50 ലക്ഷം തന്നൊരാളും 5 ലക്ഷം തന്നാലും 5000 തന്നാലും 313 റുപ്യ തന്നാലും അത് ഒരു കണ്ണുകൊണ്ട് കാണുക. കല്യാണ മജ്ലിസായതുകൊണ്ട്, കാരണം ഇവിടെയുള്ള ഇരിക്കുന്നവരൊക്കെ അത് നേരത്തെ പറഞ്ഞ അഭിമാനമുണ്ടല്ലോ, കാശിൻ്റെ കുറവല്ലേ ഉള്ളൂ. അപ്പോൾ എന്ത് നൽകിയാലും അവരുടെ പേരോ കാരോ ഒന്നും പറയണ്ട, അള്ളാഹു അവർക്ക് സവാബ് കൊടുക്കും. ഇതൊരു കല്യാണ സദസ്സാണല്ലോ. അത് പറഞ്ഞപ്പോൾ തന്നെ ആദ്യകാലം തൊട്ട് ഷെയ്ഖുനാണ് ചെന്ന് പറഞ്ഞിട്ട് ഇതുവരെ അങ്ങനെ തന്നെ വന്നിരുന്നത്. ഒന്നും ഒരാൾ എത്രയോ കോടികൾ വളരെ നിങ്ങൾക്കറിയാം സഹായിച്ചവർ അത്രയുണ്ട്. പക്ഷെ ഒരാളെയും പേര് ലിവജില്ല. അള്ളാഹു കാണുന്നു, കുല്ലുൽ ഉമൂരി ബിതഖ്ദീരിൻ മിനല്ലാഹ്. അള്ളാഹു കാണുന്നു, അള്ളാഹു അറിയുന്നു. പടച്ച റബ്ബ് അവർക്ക് മഹാന്മാരുടെ ബർക്കത്ത് കൊണ്ട് അർഹമായ പ്രതിഫലം നൽകുമാറാവട്ടെ. അവർക്കൊക്കെ അള്ളാഹു വലിയ സന്തോഷം കൊടുക്കട്ടെ, ഇസ്സത്ത് കൊടുക്കട്ടെ. ഈ വിഷയത്തിൽ 1 രൂപ ചെലവഴിച്ച സഹായിച്ച മുഴുവൻ ആളുകൾക്കും മറക്കാൻ കഴിയാത്ത സംഘടനാ കുടുംബത്തിലെ പ്രിയപ്പെട്ട ജ്യേഷ്ഠാനുജന്മാർക്ക് അൽഹംദുലില്ലാഹ് അള്ളാഹു അവർക്ക് റഹ്മത്ത് കൊടുക്കട്ടെ. അവരോടൊക്കെയും പറഞ്ഞത് ഷെയ്ഖുന ദുആ ചെയ്യുമെന്ന്. അതിവിടെ നടക്കും ഇൻഷാ അല്ലാഹ്. അവിടുത്തെ ഉപദേശം നമ്മളൊരു നസീഹത്ത് നൽകിയിട്ട് ഇൻഷാ അല്ലാഹ് ഈ ഇരിക്കുന്ന മുഹയ്യിസുന്ന കുടുംബത്തിലെ 1000-കണക്കായ പണ്ഡിതന്മാരെ നേരത്തെ മാളിക് ഉസ്താദ് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. 1000-കണക്കായ പണ്ഡിതന്മാരെ ആലിമീങ്ങൾക്ക് ദീനിൻ്റെ ഇൽമിൻ്റെ വെളിച്ചം, പ്രകാശം, ചെറിയ വെളിച്ചമൊന്നല്ല, ആ വെളിച്ചം പകർന്ന അഭിവന്യ ഗുരുവിന് ഒരാദരവ് ഇവിടെ ഈ മുഹയ്യിസുന്ന കുടുംബം ശൈഖുനയുടെയും അലിബാഫിക്ക് തങ്ങളുപ്പാപ്പയുടെയും ബദുസാദാത്തുപ്പാപ്പയുടെയും മറ്റു മഹാന്മാരായ ഉസ്താദുമാർ, സാദാത്തുക്കൾ, എല്ലാവരുടെയും ഒരുപാട് സാദാത്തുക്കൾ ഇവിടെയുണ്ട്. കൂടത്തങ്ങളുപ്പാപ്പ കഴിഞ്ഞ പ്രാവശ്യം ഓടിച്ചാടി നടന്നു. ഇപ്പോൾ പള്ളിപ്പറമ്പ് അല്ലാഹു അവിടുത്തെ ദറജയേറ്റി കൊടുക്കട്ടെ. അവിടുത്തെ മോനടക്കോടെ വന്നിട്ടുണ്ട്. പൊസോട്ട് തങ്ങളുപ്പാപ്പ ഇതിൻ്റെ തണലാണ്, പക്ഷെ പൊസോട്ട് തങ്ങളുപ്പാപ്പയുടെ മോനിവിടെ വന്നിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് മഹാന്മാർ. ഉപ്പ പോയാൽ മക്കൾ വരുമെന്ന് പറഞ്ഞു വന്ന മക്കളും അതുപോലെ ആലിമീങ്ങളുടെ മക്കൾ ബഹുമാനപ്പെട്ട ഷെയ്ഖുന KK ഉസ്താദ്, കട്ടിപ്പാറ KK ഉസ്താദ് എല്ലാ തുടക്കം മുതൽ ഇതുവരെ ഒരൊറ്റ മജ്‌ലിസുടെ ഒഴിവായിട്ടില്ല. എല്ലാത്തിനും നേരത്തെ വരും. ഒരു തണലായിരുന്നു KK ഉസ്താദ്. KK ഉസ്താദ് ഇപ്രാവശ്യമല്ല, ഷെയ്ഖിൻ്റെ നമ്മുടെയൊക്കെ ഒരു മുഹിബ് തന്നെയല്ലേ. മക്കൾ വന്നിട്ടുണ്ട്, പേരക്കുട്ടികളും വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ എല്ലാ ആളും ഇൻഷാ അല്ലാഹ് ഇനി ഞാൻ പറയുന്ന അദബുകേടാകും.
ഷെയ്ഖിന് നമുക്ക് നല്ല നസിഹത്ത് ചെയ്ത് ബാക്കി കാര്യങ്ങളൊക്കെ മജീദ് സാഹിബ് ഇവിടെ അറിയിക്കുമെന്ന് പറഞ്ഞ് അസ്സലാമു അലൈക്കും.